ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രകാശേട്ടാ ഒന്നിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി എന്ത് സംസാരിക്കാനാ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ? അതാ ഇടിവെട്ടി എന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ദാ അടുത്ത മാരണം നിന്റെ അമ്മായിച്ചൻ നാറിയ കുറുപ്പ്. കാര്യങ്ങളൊക്കെ ലൈവായിട്ട് അറിഞ്ഞ എന്റെ വിളിയായിരിക്കും. എന്തായാലും എടുക്ക്. ഹലോ കുറുപ്പ് സാറേ. മോനെ പ്രകാശ, നീ പുറത്താണോ അതോ അകത്താണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അതെ, ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. പണം നീ എപ്പ തരും? സാറേ, സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നമ്മള് കേസ് തോറ്റു. ഇപ്പോ ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയായി. അതിന് എനിക്ക് അല്പം സമയം കൂടി തരണം. കൊള്ളാം. ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് മുങ്ങിത്താഴുന്ന നിനക്ക് ഞാൻ ഇനി സമയം തരണോടെ. അതെ, നിന്റെ തരികിട നമ്പരൊക്കെ നിന്റെ തന്ന മാധവനോട് കാണിച്ചാൽ മതി കേട്ടോ. എന്നോട് വേണ്ട. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. കോടതിന്ന് നീ വീട്ടിലെത്തിയാലുടൻ നിന്റെ വീടിന്റെ ആധാരവും നിന്റെ പേരിൽ വാങ്ങിയ ഒരു മുദ്രപത്രവും കൊണ്ട് നിന്റെ അച്ചിയേയും കൂട്ടി നീ എന്റെ വീട്ടിലോട്ട് വരണം. അവളല്ലേടെ എനിക്ക് ചെക്കോപ്പിട്ട് തന്നത്. അത് സാറേ, നിനക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നീ മര്യാദ കാണിച്ചില്ലെങ്കിൽ കുറുപ്പിന് മര്യാദകേട് കാണിച്ചല്ലേ പറ്റൂ പ്രകാശ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന മോനെ പ്രകാശ നിന്റെ സ്വൈര ജീവിതം തകർന്ന് തരിപ്പണമാവും. എന്തു പറയുന്നു? ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? പറടാ. ഞാൻ അങ്ങോട്ട് വരാം. മിടുക്കൻ. ഇനി വേണമെങ്കിൽ നീ ഫോൺ കട്ട് ചെയ്തോ. അല്ല വേണ്ട, ഞാൻ കട്ട് ചെയ്തോളാം. ഹലോ. പ്രകാശേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കേസ് തുടങ്ങിയപ്പോഴേ ഞാൻ പ്രകാശേട്ടനോട് പറഞ്ഞതാ, നമുക്ക് ഈ കേസും വഴക്കൊന്നും വേണ്ട, നമുക്ക് ഇതിന്ന് പിന്മാറാന്ന്. പ്രകാശേട്ടനെ സമ്മതിക്കാത്തത്. ഇത്രയും നേരം നിന്റെ അമ്മായിച്ചന്റെ വകയായിരുന്നു ഭീഷണി. ഇപ്പൊ നീയും തുടങ്ങിയോ? ഭീഷണിയൊന്നും അല്ല, കോടതി പണം കെട്ടിവെച്ചില്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ മുലകുടി മാറാത്ത ചെറുക്കനൊന്നല്ലോ. കേസ് പിൻവലിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് കേസിൽ നിന്ന് പിന്മാറാമായിരുന്നില്ലടാ. പ്രകാശേട്ടാ, ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയിട്ടോ. മിണ്ടരുതറ പന്നി. ഞാൻ ആകെ സമനില തെറ്റി നിക്ക. എന്തായാലും ജയിൽ ഉറപ്പാ. അത് കൊലയാളിയായിട്ട് വേണോ കള്ളനായിട്ട് വേണോന്ന് മാത്രം ഉറപ്പിച്ചാ മതി. മാറിക്കട പുല്ലേ. മാനത്തെ കൊട്ടാ